നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രയേലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇസ്രയേലി സൈന്യത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ഇയാൻ സമീർ സർക്കാരിന് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഉടൻ നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ IDF സ്വയം തകരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വെറുമൊരു അഭിപ്രായ പ്രകടനം മാത്രമല്ല, ഇത് കാര്യകാരണ സഹിതമാണ് സമീർ ഇപ്പോൾ ഇത്തരമൊരു പ്രതികരണം, ഇത്തരമൊരു മുന്നറിയിപ്പ് ഇവിടെ നൽകിയിരിക്കുന്നത്. സമീർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൈന്യത്തിൽ ആൾബലം കുറവാണ് എന്നുള്ളതാണ്. അതായത് ഇസ്രയേലി സൈന്യത്തിൽ ആളുകൾ കുറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് റിസർവ് സിസ്റ്റം തകർച്ചയുടെ വക്കിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് റിസർവ് സൈനികരെ പലതവണ വിശ്രമിക്കാൻ പോലും അനുവദിക്കാതെ പലതവണ തിരിച്ചു വിളിക്കുന്നു. ഇത് അവരുടെ മനോവീര്യം കുറയ്ക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഒരേ സമയം തന്നെ പല യുദ്ധമുഖങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ഗസയിൽ ഹമാസ്, അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള സംഘർഷം, ലെബനിലെ അതിർത്തി ഭീഷണികൾ, അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചേർന്നുകൊണ്ട് ഇസ്രയേലി സൈന്യത്തിന് അതിയായ സമ്മർദ്ദം ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. ഇസ്രയേലി പ്രതിപക്ഷവും ഇപ്പോൾ നെതന്യാഹു സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഒരു യുദ്ധതന്ത്രവും ഒരുക്കാതെ സൈന്യത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണോ ചെയ്തത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഇസ്രയേലി പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ IDF തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അടിയന്തരമായിട്ട് 12,000-ലധികം സൈനികരെ എങ്കിലും വേണമെന്നാണ് IDF പറയുന്നത്. അതുകൂടാതെ തന്നെ നിർബന്ധിത സേവനം അത് 30 മാസം എന്നുള്ളത് 36 മാസമാക്കണമെന്നൊരു നിർദ്ദേശവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. അതായത് ഈ ടൈംസ് ഓഫ് ഇസ്രയേലിൻ്റെ ഈ ഒരു റിപ്പോർട്ടിൽ മൊത്തത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തെ നയിക്കുന്ന വ്യക്തി തന്നെ ഞങ്ങൾ തകരുമെന്നൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ. അത് ഒരു പ്രസ്താവന, അത് സാധാരണമായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന രീതിയിലല്ല പലരും കാണുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു അപകട സൂചന എന്നാണ് പലരും വിലയിരുത്തുന്നത്. മറ്റൊരു വാർത്ത, ഇസ്രയേലിൻ്റെ തന്നെ സദേൺ പാർട്ട്, ആ ഒരു ഭാഗത്തും ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാന്റെ ആക്രമണം ഉണ്ടായതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ടോടു കൂടിയിട്ടാണ് ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ നേരിട്ട് ഇസ്രയേൽ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം ഇസ്രയേൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനായിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്ത, ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യ എബ്രഹാം അക്കോർഡ്സിൽ ചേരണമെന്നൊരു പ്രസ്താവനയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഈ എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത് 2020 അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രയേലും ചില അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അത് സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ഒരു കരാറാണിത്. അതായത് ഇസ്രയേലുമായി ഡിപ്ലോമാറ്റിക് ബന്ധം, വ്യാപാരം, സുരക്ഷ, സഹകരണം ഇവയെല്ലാം തന്നെ സ്ഥാപിക്കും ഈ ഒരു കരാറിൽ ഏർപ്പെടുന്നതോടുകൂടി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UAEയും ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഈ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യം ഇത്തരമൊരു കരാറിൽ ഏർപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മയാമിയിൽ നടന്ന ഒരു കോൺഫറൻസിനിടയിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് സൗദിയോട് പറഞ്ഞത് ഇപ്പോൾ തന്നെ എബ്രഹാം അക്കോർഡ്സിൽ ചേരേണ്ട സമയമാണെന്ന്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായും മാറുമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ഇത്തരം വാദങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ കൂടിയും സൗദി അറേബ്യ ഇതിനോട് ഔദ്യോഗികമായി, അതായത് ഈ ട്രംപിന്റെ വാദങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ സൗദി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പാലസ്തീൻ വിഷയം ഇവിടെ നിൽക്കുന്ന അത്രയും കാലം സൗദി അത്തരമൊരു നീക്കം നടത്താനായിട്ടുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്.